അയാൾ ഇവിടെ താമസമായെന്നാണോ ശാരദാമ്മ പറയുന്നേ? എനിക്കറിയില്ല ശാന്തേ, ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞതാ. ആ ശാരി പിന്നെ എന്തൊക്കെയോ പറഞ്ഞു പിടിച്ചു നിർത്തിയിരിക്കുക. പോകാനൊരിടയില്ലെങ്കിൽ എന്ത് ചെയ്യും ശാരദാമ്മേ? പഴയതുപോലെ അമ്പലപ്പറമ്പിലോ സർക്കാർ ആശുപത്രിയിലോ കിടന്നുറങ്ങിയാ മതിയോ? അതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു രാജി. പണവും പ്രതാപവും ഉണ്ടായിരുന്നപ്പോ ഇതൊന്നും അല്ലായിരുന്നല്ലോ കയ്യിലിരിപ്പ്. ഇപ്പൊ പണവും പ്രതാപവും ഇല്ല, അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. ആ, അന്ന് ആർക്ക് വേണ്ടി കാശ് ചെലവാക്കിയോ അവര് തന്നെ നോക്കട്ടെന്നാ പറഞ്ഞേ. ശാന്തേ, എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് മനസാക്ഷി ഇല്ലാതെ സംസാരിക്കരുത്. ഗോപാലകൃഷ്ണ സാറിന്റെ ഭാര്യ വേറൊരാൾക്കൊപ്പം പോയി താമസം തുടങ്ങി. അളിയൻ ബാലചന്ദ്രൻ അയാളുടെ സ്വത്തും അടിച്ചു മാറ്റി. സമ്മതിച്ചു. ഇതൊന്നും ഇപ്പൊ സംഭവിച്ചില്ലായിരുന്നെങ്കിലോ? രാജേശ്വരി പറയുന്നിടത്തൊക്കെ ഒപ്പിട്ട് കൊടുത്ത് സ്വത്ത് മുഴുവൻ കൊടുത്തിരുന്നെങ്കിലോ? ആ സ്ത്രീ അയാളെ പൊന്നുപോലെ നോക്കിയേനെ. നക്കാപ്പിച്ച് എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് ബാലേന്ദ്രനും പരാതിയില്ല. 3 പേരും കൂടെ സുഖമായിട്ട് ജീവിച്ചേനെ. അപ്പൊ ശാരദാമ്മ വെറും കറിവേപ്പില. ശാരദാമ്മേ, അയാളെ ഈ അടിച്ചതിന്റെ അകത്ത് കയറ്റരുതെന്നാ ഞാൻ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്റെ മനസാക്ഷിയുടെ 2 വശങ്ങൾ പോലെയാ സംസാരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഒന്ന് സഹായിച്ചൂടെന്ന് ഒരു വശത്ത് നിന്ന് ചോദ്യങ്ങൾ വരുമ്പോ വേണ്ട, ഒരു കരുണയും കാട്ടരുതെന്ന് മറുവശത്ത് നിന്ന് തർക്കം ഉണ്ടാവുന്നു എന്ന് കരുതി ശാരദാമ്മ സഹായിച്ചിട്ടില്ലെന്നാണോ? ആക്സിഡന്റ് പറ്റി റോഡിൽ കിടന്നപ്പോഴും രാജേശ്വരി കഷായം കൊടുത്തപ്പോഴും ഒക്കെ ശാരദാമ്മയല്ലേ ഗോപാലേട്ടന്റെ ജീവൻ രക്ഷിച്ചത്? അതുമാത്രമല്ല, രാജേശ്വരിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കുറച്ചു ദിവസം ഇവിടെ ഒളിവിൽ താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ഷയരോഗം പിടിപെട്ട് ആരും നോക്കാനില്ലാതെ ധർമാശുപത്രി കിടന്നപ്പോ ആരാ കാശ് മുടക്കി ചികിത്സിച്ച് ഭേദമാക്കിയത്? ഏറ്റവും ഒടുവില് ജയിലിൽ കിടന്ന് നരകിക്കുമെന്നുള്ള ഘട്ടം വന്നപ്പോ ആരാ 2 ലക്ഷം രൂപ ജാമ്യത്തുക കെട്ടിവെച്ച് ആളെ പുറത്തിറക്കിയത്? ആ, എല്ലാം ചെയ്തു, ശരിയാ. പക്ഷെ അന്നൊക്കെ സാഹചര്യം വേറെയായിരുന്നു. വണ്ടി ഇടിച്ച് വഴി കിടന്നപ്പോ മനസാക്ഷിയുള്ള ഏത് മനുഷ്യജീവൻ ചെയ്യുന്ന സഹായമേ ഞാനും ചെയ്തോളൂ. ചോരയെ കുളിച്ച് ആശുപത്രി കിടക്കുമ്പോ എന്റെ കഴുത്തില് താലി കെട്ടിയ ആളല്ലേ, എന്റെ 3 കുഞ്ഞുങ്ങളുടെ അച്ഛനല്ലേ എന്ന് ഞാൻ വിചാരിച്ചു പോയി. രാജേശ്വരിയുടെ കഷായം കുടിച്ച് അവശ നിലയിലായപ്പോഴും, ക്ഷയരോഗം പിടിപെട്ട് ആശുപത്രി കിടന്നപ്പോഴും, ജയിലിൽ കിടന്ന് നരകിക്കുമെന്ന് വന്നപ്പോഴും ഞാൻ അത് തന്നെയാ വിചാരിച്ചത്. അടുപ്പത്തിലായി കഴിഞ്ഞ് ഗോപാലേട്ടൻ പലവട്ടം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. രാജേശ്വരി കൊന്നുകളയൊന്ന് പേടിച്ച് ഇവിടെ ഒളിവില് താമസിപ്പിച്ചു എന്നുള്ളതും ശരിയാ. പക്ഷെ അതൊന്നും ശാരദാമ്മയുടെ ഭർത്താവ് രണ്ടാമത് ഇവിടെ ചിറ്റം തുടങ്ങിയെന്ന് പറയാൻ നാട്ടുകാർക്ക് അവസരം കൊടുത്തിട്ടില്ല. ഇന്ന് അതല്ല അവസ്ഥ. ഗോപാലേട്ടന്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി. താമസിക്കാൻ ഒരു വീട് പോലും ഇല്ല. ഈ സമയത്തല്ലേ ശാരദാമ്മ ഒരു സഹായം ചെയ്യേണ്ടത്? നാട്ടുകാരങ്ങനെ ആവില്ല കാണുന്നത്. അവര് ഞാൻ നേരത്തെ പറഞ്ഞതേ പറയൂ. ഗോപാലകൃഷ്ണൻ ശാരദാമ്മയായിട്ട് വീണ്ടും ബന്ധം തുടങ്ങിയെന്ന്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് കൂട്ടി വായിച്ചു നോക്കുമ്പോ അവർക്ക് അങ്ങനെ ആലോചിക്കാനേ തോന്നൂ. ശാരദാമ്മയും ഗോപാലകൃഷ്ണനുമായിട്ട് നേരത്തെ തന്നെ ബന്ധം ഉണ്ടായിരുന്നെന്നും അത് സഹിക്കാൻ വയ്യാതെ രാജേശ്വരി അയാളെ ഉപേക്ഷിച്ച് പോയതെന്നും പറഞ്ഞു കളയും നാട്ടുകാര്. നാട്ടുകാർക്ക് എന്താ ശാരദാമ്മ ഇപ്പൊ പറഞ്ഞുകൂടാത്തത്? അവര് പറയട്ടെ. നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ എന്ന് വെക്കാം. അത് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോ. കല്യാണ പ്രായമായ ഒരു പെൺകുട്ടിയുടെ അമ്മയായിട്ട് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ അത് പറ്റില്ല. ഒരു കല്യാണ ആലോചന നടക്കുമ്പോ ചുറ്റുമുള്ളവര് പറയും, വേറൊരു സ്ത്രീയുടെ ഭർത്താവിനെ പിടിച്ചു വെച്ചിരിക്കും അവളുടെ അമ്മന്ന്. ആ മനുഷ്യൻ മുമ്പ് എന്റെ ഭർത്താവായിരുന്നെന്നോ അയാളുടെ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയെന്നോ അപ്പൊ ആരും ഓർക്കില്ല. ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പറയാനാ ഇഷ്ടം. അല്ലാതെ തന്നെ ശ്യാമയുടെ കല്യാണത്തിന് തടസ്സങ്ങൾ വേണ്ടുവോളം ഉണ്ട്. അതുമാത്രമല്ല, കല്യാണം കഴിഞ്ഞു പോയ എന്റെ കുഞ്ഞുങ്ങളെ തന്നെ അവരുടെ വീട്ടുകാര് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും കുത്തും. തള്ളയുടെ ഗുണവിശേഷം ഇതല്ലേ, നാളെ നീയും അത് തന്നെ കാണിക്കുമെന്നും പറഞ്ഞ്.
ഇറക്കി വിട് ശാരദാമേ. എന്തിനാ വയ്യാവീലെടുത്ത് മടിയിൽ വെച്ചേക്കുന്നേ? നീ എന്തറിഞ്ഞിട്ടാ ശാന്ത ഈ പറയുന്നത്? ശാരദാമ്മയ്ക്ക് മനസ്സുണ്ടായിട്ടാണോ ഗോപാല സാറിനോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞെന്നാണോ നീ കരുതുന്നേ? ആണോ ശാരദാമ്മേ? നെഞ്ചത്ത് കൈവച്ച് പറ. ശാരദാമ്മ തന്നെ പറഞ്ഞ പോലെ നാട്ടുകാരെ പേടിച്ച് മാത്രമാ. ശ്യാമയും കൂടി കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ ശാരദാമ്മയ്ക്ക് ആരാ ഒരു കൂട്ട്? ദാമ്പത്യ ജീവിതത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. സന്തോഷം വരുമ്പോ കൂടെ ഇരിക്കാനും സങ്കടം വരുമ്പോ പോട്ടെ സാരമില്ലെന്ന് സമാധാനിപ്പിക്കാനായിട്ട് ഒരാള് വേണ്ടേ? വയസ്സാം കാലത്ത് ഈ വീടിന്റെ അട്ടം നോക്കി കിടക്കുമ്പോ ത്യാഗം ചെയ്ത് ജീവിതം ഉണ്ടാക്കി കൊടുത്ത മക്കള് പോലും തിരിഞ്ഞു നോക്കണമെന്നില്ല. അല്ലെങ്കിലും ആദ്യമായിട്ട് സ്നേഹിച്ച പുരുഷനെ ഏത് സ്ത്രീക്കാ മറക്കാൻ കഴിയുക? നിങ്ങൾ എന്തിനാ ശാരദാമ്മ നാട്ടുകാരെ പേടിക്കുന്നത്? നിങ്ങൾ കൂടി ഇറക്കി വിട്ടാ ആ മനുഷ്യൻ ഇനി എങ്ങോട്ടാ പോവുക? പെരുവഴി കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ നീറ്റല് ഈ ജന്മം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോവോ? ഒക്കെ ഞാൻ ആലോചിച്ചതാ. ഒരു പ്രായം കഴിഞ്ഞ അച്ഛനമ്മമാരുടെ ജീവിതം മക്കൾക്ക് വേണ്ടിയിട്ടാ. അങ്ങനെ ഒരു വിധിയുണ്ടെങ്കിൽ ഗോപാലേട്ടന് ഞാനും ഒക്കെ അത് അനുഭവിച്ചേ മതിയോ? ഗോപാലേട്ടൻ ഇട്ടെറിഞ്ഞു പോയപ്പോ കൂരിരുട്ടായിരുന്നു കൺമുന്നിൽ. പക്ഷെ മുന്നിൽ പല വഴിയുണ്ട്. ഏത് വഴി പോയാ രക്ഷപ്പെടുമെന്ന് ഒരു പിടിയുമില്ല. ചിലപ്പോ ഇതിനേക്കാളും നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടേക്കാം. അതുമല്ലെങ്കിൽ ഒരിക്കലും കര കയറാനാവാത്ത ഒരു പാതാളക്കുഴിയിലേക്കാവും ചെന്ന് വീഴുക. മനസ്സിൽ 1000 വട്ടം ഹരിച്ചും ഗുണിച്ചും നോക്കി എന്നിട്ടെടുത്ത തീരുമാനമാ എങ്ങോട്ടും പോകണ്ട, എന്റെ മക്കളെ കൂട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ. ഇന്ന് വരെ അങ്ങനെയായിരുന്നു. ശാരദയുടെ ശ്വാസം അവസാനിക്കുന്നവരെ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്റെ ജീവിതത്തെ പറ്റി ഇനി ഒരു ആലോചനയില്ല. മക്കള് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. എനിക്ക് കുറച്ച് അവഹേളനയും നാണക്കേടും ഒക്കെ ഉണ്ടായെങ്കിലും ശാലിനി വിഷ്ണുവിന്റെ ഒപ്പം സത്യമ്മയുടെ വീട്ടില് സുഖമായി കഴിയുന്നു എന്നാ വിചാരിച്ചിരുന്നത്. അതങ്ങനെയല്ലെന്ന് അവിടെ ചെന്നപ്പോ മാത്രം മനസ്സിലായത്. അവരെവിടെയാന്ന് പോലും ഇപ്പൊ. അമ്മേ, ശാലിനിയും വിഷ്ണുവേട്ടനും ഒരു വീടെടുത്ത് താമസിക്കുക. ഞാനവിടെ പോയിരുന്നു. മോളുണ്ട് കൂടെ. അവസ്ഥകള് കുറച്ച് മോശമാ. എന്താടി? വാടകയൊന്നുമില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കിട്ടിയതാ. നാട്ടു നടപ്പനുസരിച്ച് ഇപ്പൊ ഈ വീടിന് കൊടുക്കേണ്ട വാടകയും സെക്യൂരിറ്റിയും ഒക്കെ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ ചേച്ചി? ഇനിയിപ്പോ എല്ലാം ഒന്നേന്ന് തുടങ്ങണം. ഒരു ചായ ഇട്ട് തരാൻ പോലും നിർവാഹമില്ല കേട്ടോ. ദാ ഇത് നീ വെച്ചോ ചേച്ചി. എന്നാലും ഇത് വെച്ചോ മോളെ. ശാരദയുടെ ദുരിതത്തിന് ഒരു അറുതിയില്ലല്ലോ ദേവി.
അങ്ങോട്ട് കയറ്റി നിർത്താം ആശാനെ. ഇറങ്ങിക്കോ. ഇതാണ് ആശാനെ ഞാൻ പറഞ്ഞ മേരി മാതാ സോമില്ലേ. ആശാൻ എവിടെയെങ്കിലും ഒരു ജോലി മതി എന്ന് പറഞ്ഞതുകൊണ്ടാ. ഏയ് അതൊന്നും സാറിയില്ല, ഇപ്പൊ ഇത്രക്ക് മതി. ഒരു ജോലിയാണ് ഇപ്പൊ പ്രധാനം. മില്ലിലെ ജോലി എന്ന് കരുതി ആശാൻ വിഷമിക്കണ്ട. ഈ മില്ലിന്റെ ഉടമയാ പത്രോച്ചായൻ. അച്ചായന്റെ പേഴ്സണൽ ഡ്രൈവറായിട്ടാ ജോലി. അച്ഛനാണെങ്കിൽ മുഴുവൻ സമയം മില്ലിൽ കുത്തിയിരിക്കുന്ന കൂട്ടത്തിലല്ലെന്നേ. അച്ചായൻ സദാസമയം കറക്കത്തിലായിരിക്കും. നമ്മുടെ ഭാഗ്യത്തിനാ ഇപ്പൊ അച്ചായൻ അവിടെ കാണുന്നത് തന്നെ. അല്ല, നീ പറഞ്ഞ കാര്യങ്ങൾ നടക്കില്ലേ? പിന്നെ ഞാനിവിടുത്തെ ഓളിനോളല്ലേ ആശാനെ. ആശാന്റെ കൂടെ അല്ലാതപ്പോ ഞാനിവിടെ അത്യാവശ്യം കൈസാഹത്തിനൊക്കെ വരും. അതിനെനിക്ക് കാശും തരാറുണ്ട്. ഓ, എന്നെ അച്ചായന് വിശ്വാസമാ. പക്ഷെ അച്ചായൻ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു വിഷമുണ്ട്. ജയരാമൻ മില്ലിലെ സൂപ്പർവൈസറാ. ഓ, മനസാക്ഷി എന്ന് പറഞ്ഞ് തൊട്ട് തീണ്ടിട്ടില്ല. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം പത്രാച്ചാനോട് പറഞ്ഞാൽ അവൻ അത് ഇടപെട്ട് പൊളിക്കും. സത്യത്തിൽ ഞങ്ങൾക്കിടെ ഒരു ശീതസമരമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പത്രോച്ചായ മനസാക്ഷിയുള്ള ആളാശാനെ. കാശുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കും. ഇടയ്ക്ക് അച്ചായന്റെ ഡ്രൈവറായിട്ട് ഞാൻ ഓട്ടം പോകാറുണ്ട്. ഡ്രൈവർ എന്ന വ്യത്യാസമൊന്നുമില്ല. നമ്മളെയൊക്കെ ഒപ്പൊരുത്തി ഭക്ഷണം തരുമെന്നേ. അല്ലാശാനെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ കേട്ടോ. തികഞ്ഞ പ്രകൃതി സ്നേഹിയ പത്രോച്ചായൻ. ആശാൻ വാ. ഈ പ്രകൃതി സ്നേഹം എന്ന് പറഞ്ഞാൽ അത് രക്തത്തിൽ അലിഞ്ഞതായിരിക്കണം. ഞങ്ങൾ ചീമേനി കുടുംബക്കാർക്ക് അത് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാ. കാട് വെട്ടി കയറിയതാ എന്റെ വല്യപ്പൻ ചീമേനി ചാക്കോ. എന്റെ അപ്പൻ ഔതുവാണെങ്കിൽ തടിവെട്ടുകാരനായിരുന്നു. അപ്പൻ തടി വീണ് കർത്താവിനെ പോലെ നിദ്ര പ്രാപിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി തുടങ്ങിയതാ ഞാൻ ഈ സോമിൽ. അല്ല, ഔതക്കുട്ടി അച്ഛൻ തടി വീണാണോ മരിച്ചത്? മരിച്ചു എന്ന് പറഞ്ഞ പോരാ, വെട്ടിക്കൊണ്ടിരുന്ന ആഞ്ഞിലി മരം അപ്പന്റെ നെഞ്ചത്തോട്ട് പൊടുന്നതിന് വീഴുകയായിരുന്നു. കർത്താവ് കുരിശേ കിടക്കുന്ന പോലെ രണ്ടു കൈയും വിരിച്ചങ്ങനെ ഒറ്റ കിടപ്പായിരുന്നു. അതാ പറഞ്ഞത് കർത്താവിനെ പോലെ നിദ്ര പ്രാപിച്ചു. അതാ ഞാൻ പറഞ്ഞത് മരങ്ങളും ഞങ്ങള് ചീമേനി കുടുംബക്കാരും തമ്മിലുള്ള ആത്മബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലാന്ന്. ആ സഹ്യപർവ്വതത്തിലുള്ള മരങ്ങളെല്ലാം വെട്ടിയിറക്കി ഈ മേരിമാതാ സോമിലിൽ കൊണ്ടുവന്ന് അറക്കുന്നത് സ്വപ്നം കണ്ട പോളച്ച. സത്യം പറഞ്ഞാൽ ഞാൻ ദിവസവും ഉണരുന്നത്. പോളച്ചിന് എന്തൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞത്? ജനല, കട്ടില, കിഴക്കോല്. നമുക്കേ ഇവിടെ നിന്നാ മതി. പത്രോച്ചായൻ സംസാരിച്ചിട്ടെ. ആ നിൽക്കുന്ന കൊഴുത്തിരുമ്പോ ജയരാമൻ. കഴുക്കൊല്ലൊന്നും വേണ്ട ചായ. കോൺക്രീറ്റ് വീടുണ്ടാക്കാനാ മക്കൾ അയർലൻഡിൽ നിന്ന് കാശ് അയച്ചു തന്നിരിക്കുന്നത്. കോൺക്രീറ്റിനൊക്കെ എന്നാ ഉറപ്പുണ്ടെന്ന? ഒരു ഭൂകമ്പം ഉണ്ടായ പതോന്ന് ഇടിഞ്ഞു കഴിഞ്ഞ് താഴേക്ക് വീഴും. മച്ചും നിലവറയായിട്ട് മരത്തിൽ മൊത്തം വീട് പണിതാ. കൊടുങ്കാറ്റോ വെള്ളപ്പൊക്കോ പേമാരിയോ ഭൂകമ്പോ എന്തൊക്കെ ഉണ്ടായാലും കളിപ്പാട്ടം പോലെ അവൻ അങ്ങ് പാത്തച്ചു നിൽക്കും. എനിക്കും ഭാര്യയ്ക്കും കളിപ്പാട്ടമല്ല, തൽക്കാലം ഒരു വീടാ വേണ്ടത്. അതിനുവേണ്ട ഫർണിച്ചർ എന്താണെന്ന് ഞാൻ ജയരാമനോട് പറഞ്ഞിട്ടുണ്ട്. പൊളച്ചം പോവാണോ? നമുക്ക് ഉരുപ്പിടിയുടെ വിലയൊക്കെ കുറയ്ക്കാവുന്നേ. നല്ല ഒന്നാന്തരം നിലമ്പൂർ തേക്ക് വെച്ച് പണിയാം. നമുക്ക് സംസാരിക്കാവുന്നേ. നിങ്ങൾ ആളെ വിട് പത്രോസച്ചായ. ഈ കോൺക്രീറ്റ് കണ്ടുപിടിച്ചവൻ ഏത് കഴിവ്! എന്താ കമല, തൊട്ടുവല്ലം തടയുന്ന കേസാണോ? വാശനെ
ഒരു ജോലിക്കാരിയാ പത്രോച്ചായ. പത്രോസാച്ച അതിനു മുന്നേ ഇതൊന്നും നോക്കണം. എന്തുവാണാവേ? നമ്മുടെ മില്ലിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന ഔദ മെമ്മോറിയൽ സൈക്കിൾ റേസിന്റെ പരസ്യത്തിന്റെ ഡ്രാഫ്റ്റാ. എന്ന് വെച്ചാ എന്തുവാണവേ? ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ രൂപരേഖ. ഇതാ പ്രസ്സിൽ കൊടുത്ത് നോട്ടീസായിട്ട് അടിച്ച് നാട് നിങ്ങളെ ഒട്ടിക്കാൻ പോകുന്നത്. ഇതാ നോക്കിയാട്ടെ. ഒരു കുമ്മിലല്ലോടാ. മനസ്സിലായില്ല ചായ? എടാ, സൈക്കിൾ റേസിന് ജയിക്കുന്നയാൾക്ക് നമ്മൾ വെച്ചിരിക്കുന്ന സമ്മാനത്തുക എത്രയാ? 2,27,222 രൂപ. ആ, അതത്രയും. അതിനു പുറമെ ജയിക്കുന്നവര് കൊടുക്കാനുള്ള ട്രോഫി, ചെണ്ട്, പൂമാല, ബൊക്കെ ഇതൊക്കെ വേറെ. പിന്നെ വിശിഷ്ടാതിഥികൾക്കുള്ള കവറും ക്ഷണിതാക്കൾക്കുള്ള ഭക്ഷണം, സ്റ്റേജ്, കസേര, പടത, ഇതിനെല്ലാത്തിനും കൂടി എത്രയാവുന്ന? ഒരു 3 ലക്ഷം വരുമായിരിക്കും. അയ്യേ, നീ എവിടുത്തെ സൂപ്പർവൈസർ കം മാനേജരാണ്? 3,37,412 രൂപ. മൊത്തം പത്രം ഹരിച്ചും ഗുണിച്ചും വെച്ചിട്ടുണ്ട്. അതിപ്പോഴത്തെ റേറ്റ് വെച്ച് ദിവസങ്ങൾ കഴിയുമ്പോ ഓരോന്നിനും വില കൂടത്തേ ഉള്ളൂ. ഈ പോണ കാശ് എവിടെ നിന്ന് തിരിച്ചു കിട്ടൂന്നാടാ? അതിപ്പോ സമ്മാനമായിട്ട് കൊടുക്കുന്ന കാശ് എവിടുന്ന് തിരിച്ചിട്ടാനാ? അവസ്ഥ. അപ്പൊ എന്റെ കുഞ്ഞ് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? കിട്ടാപ്പോരില്ലാതെ ആർക്കെങ്കിലും ചുമ്മാ സമ്മാനം കൊടുക്കോടാ? എത്ര കോടിയുടെ ലോട്ടറി വിറ്റിട്ടാടാ സർക്കാർ കുറെ കാശ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്? അതുപോലെ IPL, BPL, ഇതിനൊക്കെ എത്ര കോടിയുടെ വരുമാനം ഉണ്ടെന്നാ? അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സൈക്കിൾ റേസിന് ആരെങ്കിലും പരസ്യം തരണമെന്നാണോ? അതല്ലടാവേ, അതിന്റെ ഇടയക്കൂടെ നമ്മുടെ പരസ്യം കയറ്റണം. അത് ഇതേൽ എഴുതിയിട്ടുണ്ടല്ലോ അച്ചായ, മേരി മാത സോമിൽ സിൽവർ ജൂബിലിന്ന്. അതാണോ പറഞ്ഞത്? അതിനൊരു ഗുമ്മിലാന്ന്. അല്ല, അത് ഇതിപ്പോ എന്റെ അപ്പൻ അബുദോയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നടത്തുന്നതല്ലേ? ഇത്രയും കാശ് വെറുതെ കളഞ്ഞു എന്നറിഞ്ഞാ എന്റെ അപ്പം കുഴിന്ന് വന്ന് എന്നെ ചവിട്ടൂടാ. കമിഴ്ന്ന് വീണ കാപ്പണമെന്നാ ഞങ്ങള് ചീമേനി കുടുംബക്കാരുടെ തത്വശാസ്ത്രം തന്നെ. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? തുറന്നു പറ. എടാ, ഇപ്പൊ ഒരുത്തൻ ഇറങ്ങിപ്പോയില്ലേ കോൺക്രീറ്റ് ആണ് നല്ലതെന്നും പറഞ്ഞ്, അതുപോലെ ഒരുത്തനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോരുത്. നമ്മുടെ തടിക്ക് ഡിമാൻഡ് കൂട്ടണം. നമ്മൾ മുടക്കിയ 3,37,412 രൂപ 30 ലക്ഷമായിട്ട് തിരിച്ചു പിടിക്കണം. എടാ, ഉദാഹരണമായിട്ട് വിശ്വസിച്ച് കൂടെ കിടക്കാൻ വിലാസിനി ബെഡ്, കേരളത്തെ ഇരുത്താൻ കുമാർ കസേര, ആ സൈസ് ഒരെണ്ണ വേണ്ടത്. തടി കുറയ്ക്കണ്ട, തടി കുറയ്ക്കണ്ട മേരി മാതാ സ്വാമി, അത് മതിയോ? താടി കുറയ്ക്കണ്ടെന്നോ? അതൊന്നും ശരിയാവില്ല. അച്ഛൻ ആദ്യമേ തന്നെ ചാടിക്കൊരു അഭിപ്രായം പറയണ്ടായിരുന്നു. അച്ഛൻ ആദ്യം തന്നെ ഒരാളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലത്ത് അങ്ങോട്ട് അടുക്കണ്ടാവും. പറ്റിപ്പോയിടാ പെട്ടെന്ന്. എന്താ നീ പറഞ്ഞത്? അല്ല, ഞാൻ പെട്ടെന്ന് അറിയാതെ. തടി കുറയ്ക്കണ്ട മേരി മാതാ സ്വാമി. നീയാണ് കൊള്ളാമല്ലോടവേ. എവിടുന്ന് കിട്ടിയടവന്? എനിക്ക് ഒരു മോള് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവന് കെട്ടിച്ചു കൊടുത്തേന്. ഉള്ളതിന്റെ മനസ്സമ്മതം പറഞ്ഞു വെച്ചിരിക്കുക. അച്ഛനൊരു ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞില്ലേ, അതിന് കൂട്ടിക്കൊണ്ടുവന്നതാ. വിശ്വസിക്കാവുന്ന ആളാ അച്ചായ. പേര് വിഷ്ണു. ഓ, അപ്പൊ നീ തന്നെ ഇനി മുതൽ പത്രോച്ചായന്റെ ഡ്രൈവർ. അച്ചായ, അതെങ്ങനെ ശരിയാവുന്നേ? ആ ജോലി എന്റെ അനന്തരം ദീപക്കിന് കൊടുക്കാമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അയ്യോ, അക്കാര്യത്തിൽ ഞാൻ വാക്ക് പറഞ്ഞു പോയല്ലോടാ.
പറഞ്ഞ വാക്കെങ്ങനെ മാറ്റി പറയാ? അത് ശരിയാണല്ലേ?